സീറോ മലബാർ സഭയിലെ കുർബാന തർക്കവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഇടപെട്ട് സീറോ മലബാർ സഭയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ പരിശ്രമിച്ചിരുന്നു എന്ന് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ റെയ്ഡ് ചെയ്ത അന്വേഷണ ഏജൻസിയിലെ ഒരു ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തോട് പറഞ്ഞു എന്നാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. ഞങ്ങളുടെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം മാർ ആൻഡ്രൂസ് താഴത്തും കർദിനാൾ ജോർജ് ആലഞ്ചേരിയും നാഷണൽ അന്വേഷണ ഏജൻസികളുടെ റഡാറിൽപ്പെട്ട വ്യക്തികളാണ്. അവർക്കെതിരെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഹാജരാകാൻ വേണ്ടി പലവട്ടം നോട്ടീസും കിട്ടിയിട്ടുള്ളയാളാണ്. അങ്ങനെയുള്ള ഒരാൾ, അയാളുടെ മുന്നിൽ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്തിനാണ് പോയത്? ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ ആരാണ്? അങ്ങനെ അദ്ദേഹം ഒരു കേസിലെ പ്രതിയായ ഒരാളുടെ അടുക്കൽ ചെന്ന് ഔദ്യോഗിക രഹസ്യ വിവരം എന്ന് പറയാവുന്ന ഒരു വിവരം ചെന്ന് പറയാൻ മാത്രം എങ്ങനെയാണ് ഒരു നാഷണൽ അന്വേഷണ ഏജൻസിയുടെ ഉദ്യോഗസ്ഥന് സാധിക്കുക എന്ന് ഞങ്ങൾക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല. അത് അവർ തന്നെ വെളിപ്പെടുത്തേണ്ട കാര്യമാണ്. കർദിനാൾ ആലഞ്ചേരിയുടെ ഭൂമി കുംഭകോണവുമായി ബന്ധപ്പെട്ട കേസിൽ പരാതിക്കാരനെ 7 ദിവസത്തോളം ചോദ്യം ചെയ്തതാണ്. പരാതിക്കാരനായ പാപ്പച്ചൻ ആത്തപ്പള്ളി എന്ന് പറയുന്നയാളെ 7 ദിവസത്തോളം ചോദ്യം ചെയ്തതാണ്. അതിനുശേഷം കർദിനാൾ ആലഞ്ചേരിയുടെ സന്തത സഹചാരിയും ഇപ്പോൾ ഭാരത് മാതാ ലോ കോളേജിന്റെ ഡയറക്ടറുമായിരിക്കുന്ന ഫാദർ ജോഷി പുതുവയെ ED പലവട്ടം ചോദ്യം ചെയ്തിട്ടുള്ളതാണ്. അതിനുശേഷം കർദിനാൾ ആലഞ്ചേരിക്ക് ഹാജരാകാൻ വേണ്ടി നോട്ടീസ് അയച്ചതാണ്. അങ്ങനെ മാർ താഴത്തിനും സമാനമായ കേസുകൾ തൃശ്ശൂരിൽ നിന്നുണ്ടായിരുന്നു. അങ്ങനെ അന്വേഷണ ഏജൻസികളുടെ റഡാറിൽ നിൽക്കുകയും പ്രതി ചേർക്കപ്പെടുകയും ചെയ്ത ഒരാൾ, അയാളുടെ മുന്നിൽ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ ഔദ്യോഗിക രഹസ്യ വിവരം എന്ന് തോന്നാവുന്ന ഒരു വിവരം വെളിപ്പെടുത്തി എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് മാർ താഴത്ത് CBCIയുടെ പ്രസിഡന്റാണ്, സീറോ മലബാർ സഭയുടെ ഉന്നത സ്ഥാനം വഹിക്കുന്നയാളാണ്. അതുകൊണ്ട് ഉറപ്പായിട്ടും ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ പേര് വെളിപ്പെടുത്തുകയും അദ്ദേഹത്തിന്റെ മുഴുവൻ കാര്യങ്ങൾ പറയുകയും ചെയ്യണം. ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ പുറകിലുള്ള ചേതോ വികാരം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. സാധാരണഗതിയിൽ ഇത്തരം ഒരു വിവരം കിട്ടിയാൽ ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ ചെയ്യേണ്ടത് അയാളുടെ ഉന്നതാധികാരികളെ അറിയിക്കുകയും അന്വേഷണം നടത്തുകയും അയാൾക്കെതിരെ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുകയുമാണ് വേണ്ടത്. അതിനു പകരം തൻ്റെ മുന്നിൽ പ്രതിയായി വന്നിരിക്കുന്ന ഒരു മെത്രാനെ പോയി ഇദ്ദേഹം അറിയിച്ചു എന്ന് പറയുന്നത് ഞങ്ങൾക്ക് വിശ്വസിക്കാവുന്നതിനും അപ്പുറമാണ്. അത് ഗുരുതരമായ ഒരു കൃത്യവിലോപമാണ്. രണ്ടാമത്തൊരു കാര്യം, ഇപ്പോൾ കേരളത്തിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് SNDP ആസ്ഥാനത്തും NSS ആസ്ഥാനത്തുമെല്ലാം വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തിയിരുന്നു. ആ പരിശ്രമത്തിന്റെ തുടർച്ചയാണോ ഈ അഭിമുഖം എന്ന് ഞങ്ങൾക്ക് തീർച്ചയായും സംശയമുണ്ട്. അതിന്റെ കാരണം, അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന പലതും സംഘപരിവാർ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള അതേ ആശയങ്ങളാണ്, അല്ലെങ്കിൽ അതേ മുദ്രാവാക്യങ്ങളാണ്. അദ്ദേഹം പറയുകയാണ്, കേന്ദ്രത്തിൽ സംഘപരിവാറാണ് ക്രിസ്ത്യാനികളെ അവഗണിക്കുന്നതെങ്കിൽ കേരളത്തിൽ LDFും UDFുമാണ് ക്രിസ്ത്യാനികളെ അവഗണിക്കുന്നത് എന്ന് അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. മറ്റൊന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്, ഇവിടെ മുസ്ലിം സമുദായത്തിലെ ഒരു വിഭാഗം സീറോ മലബാർ സഭയുടെ അകത്ത് നുഴഞ്ഞു കയറി അതിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിച്ചു എന്നാണ് പറയുന്നത്. അത് കൃത്യമായൊരു കമ്മ്യൂണൽ റൈവൽറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. നസ്രാണി എഗൻസ്റ്റ് മുസ്ലിം എന്ന് പറയുന്ന ഒരു സംവിധാനം കേരളത്തിൽ ഉണ്ടാക്കാനുള്ള ഗൂഢതന്ത്രത്തിൻ്റെ ഭാഗമാണ് ഇത് എന്ന് ഞങ്ങൾ ആരോപിക്കുകയാണ്. ഞങ്ങൾ ആരോപിക്കുകയല്ല, ഞങ്ങൾക്ക് അതിശക്തമായ പ്രതിഷേധം ഇക്കാര്യത്തിലുണ്ട്. അതിനെക്കുറിച്ച് പറയാതിരിക്കാനാവില്ലാത്തത് കൊണ്ടാണ് സാധാരണഗതിയിൽ അൽമായ മുന്നേറ്റം ഇതുപോലെ പത്രസമ്മേളനം വിളിച്ച് കാര്യങ്ങൾ പറയുന്നതല്ല. പക്ഷെ പത്രസമ്മേളനം വിളിച്ച് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇത് തന്നെയാണ്. അതുകൊണ്ട് ഈ സമയത്ത് ഒരു കമ്മ്യൂണൽ റൈവൽറി ഉണ്ടാക്കുന്ന ഒരു നിലപാട് CBCI പ്രസിഡന്റ് എടുത്തെങ്കിൽ, CBCIയുടെ ഇന്ന് മുതൽ CBCIയുടെ സമ്മേളനം നടക്കുകയാണ് ബാംഗ്ലൂരിൽ. ഭാരത കത്തോലിക്ക സമിതി ഈ പ്രസ്താവനയോട് ചേർന്ന് പോകുന്നുണ്ടോ എന്നവർ വ്യക്തമാക്കണം.
സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പും മെത്രാപ്പോലീത്തൻ വികാരിയും ഈ വിഷയത്തോട് ഇതേ സമീപനം തന്നെയാണോ എന്ന് വ്യക്തമാക്കേണ്ടതുണ്ട്. കേരളത്തിൻ്റെ ഒരു കമ്മ്യൂണൽ ഹാർമണി ഇല്ലാതെയാക്കുന്ന ഒരു പ്രവർത്തനത്തിൽ നിന്ന് ബിഷപ്പുമാർ വിട്ടു നിൽക്കണമെന്നുള്ളതാണ് ആൽമായ മുന്നേറ്റത്തിൻ്റെ ശക്തമായ ആവശ്യം. അദ്ദേഹത്തിനെതിരെ നിരവധി കേസുകളുള്ളതാണ് എല്ലാ തരത്തിലും. അദ്ദേഹം പറഞ്ഞത് സീറോ മലബാർ സഭയിലെ കുർബാന പ്രശ്നത്തിനകത്ത് PFI ഇടപെട്ടു എന്നാണ് പറയുന്നത്. ഈ സീറോ മലബാർ സഭയുടെ കുർബാന പ്രശ്നം ഈ കാലഘട്ടത്തിലൊന്നും തുടങ്ങിയതല്ലെന്നും അത് സീറോ മലബാർ സഭ രൂപം കൊള്ളുന്നതിന് മുമ്പ് തുടങ്ങിയതാണെന്നും അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. ഏറ്റവും ആദ്യം വത്തിക്കാന്റെ പ്രതിനിധിയെ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞ് കലാപം ഉണ്ടാക്കിയത് ചങ്ങനാശ്ശേരിയിലെ മുൻ ആർച്ച് ബിഷപ്പായിരുന്ന പൊരുന്നേടം പിതാവിന്റെ നേതൃത്വത്തിലാണ്. അന്ന് ആ കലാപം ഉണ്ടാക്കിയതും പിന്നീട് പല